Okay, let's go. ഹലോ ഗൈസ്, നമ്മളിന്ന് പോകാൻ പോകുന്നത് ഒരു ചൈനീസ് ഇലക്ട്രോണിക് സ്റ്റോറിലേക്കാണ്. നമ്മൾ പോകുന്നത് എൻ്റെ ഒരു ചൈനീസ് ഫ്രണ്ട് എത്താം ചേട്ടൻ്റെ കൂടെയാണ്. എത്താം ചേട്ടൻ നമ്മളെ പിക്ക് ചെയ്യാൻ എത്തിയിട്ടുണ്ട്. നമ്മൾ ലാസ്റ്റ് വീഡിയോ ഇട്ടപ്പോൾ മുതൽ കുറച്ച് പേര് ചൈനയിൽ നിന്നും ഐറ്റംസൊക്കെ എങ്ങനെയാണ് സോഴ്സ് ചെയ്യുന്നതെന്ന് വെച്ച് മെസ്സേജ് അയച്ചിരുന്നു. അവർക്കും കൂടി വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണിത്. അങ്ങനെ റിക്വയർമെൻറ്റുള്ള എല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഒരു വലിയ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് സ്റ്റോറിലാണ് നമ്മൾ എത്തിയേക്കുന്നത്. ഒരുവിധം എല്ലാ ബ്രാൻഡുകളുടെയും ഒരുപാട് അപ്ലയൻസസ് അവൈലബിൾ ആണ്. ഈ സെക്ഷനിൽ കൂടുതലായിട്ടും കിച്ചൺ വെയർസാണ്, ഇലക്ട്രിക് കെറ്റിൽസ്, ഇലക്ട്രിക് ഇൻഡക്ഷൻ കുക്കേഴ്സും അതൊക്കെയാണ് ഇവിടെ കൂടുതലുള്ളത്. Hot water and cold liter. ഓക്കെ. നടന്നു വന്നപ്പോൾ കുറച്ച് വാട്ടർ പ്യൂരിഫയറിൻ്റെ സെക്ഷനിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇവിടെ ഒരുപാട് ടൈപ്പ് ഓഫ് വാട്ടർ പ്യൂരിഫയേഴ്സ് ഉണ്ട്, പല കപ്പാസിറ്റിയിലുള്ളത്. നമ്മൾ വീടുകളിൽ യൂസ് ചെയ്യുന്നതും കൊമേഴ്ഷ്യലായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയതും പല ടൈപ്പ് ഓഫ് വാട്ടർ പ്യൂരിഫയേഴ്സ് ഇവിടെ അവൈലബിൾ ആണ്. അത് കഴിഞ്ഞപ്പോൾ ഹെയറിൻ്റെ ഹീറ്ററും ഉണ്ട്, കൂളറും ഉണ്ട്. അതിൻ്റെ മെക്കാനിസം ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന സെറ്റപ്പാണ് അവിടെ. എങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ് കാര്യങ്ങളെന്നൊക്കെ ഉള്ളതാണ് ഇവിടെ ഒരു ചൈനീസിൽ നോട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. ഹായ് ഹായ്. ഈ ചേട്ടൻ്റെ പേര് ഈ ചേട്ടൻ്റെ പേര് ഇവിടെ ഡിസ്പ്ലേയിൽ എഴുതി കാണിക്കുന്നുണ്ട്. നമുക്കത് വായിക്കാനുള്ള അറിയാൻ പാടില്ലല്ലോ. ഹെയർ ഓക്കെ. ഈ കസാട്ടെ എന്ന് പറഞ്ഞ ബ്രാൻഡ് ഹെയറിൻ്റെ തന്നെ സബ് ബ്രാൻഡാണ്. പക്ഷേ ഇപ്പോൾ കസാട്ടെ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ആണ് ഹെയറിനേക്കാളും നല്ല പ്രൊഡക്ട്സ് എന്നാണ് ഈ ചേട്ടൻ പറയുന്നത്. ഈ ഏരിയ മുഴുവനായിട്ട് വരുന്നത് എ സിയുടെ ഒരു സെറ്റപ്പാണ്. എ സി ആണ് ഇവർ മെയിനായിട്ട് ഈ ഏരിയയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇവിടെ ഇവർ കൂടുതലും എ സി കൂളിംഗ് സിസ്റ്റവും അതിൻ്റെ ഒരു മെക്കാനിസത്തിൻ്റെ ഡെമോൺസ്ട്രേഷനാണ് ഇവിടെ ചെയ്തു വെച്ചേക്കുന്നത്. അപ്പോൾ കസ്റ്റമേഴ്സ് വന്നിട്ട് അതിൻ്റെ മെക്കാനിസം മനസ്സിലാക്കിയിട്ട് ഏത് ടൈപ്പ് ഓഫ് എ സി ആണ് അവർക്ക് ചൂസ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്കിവിടെ നിന്ന് തീരുമാനിക്കാൻ പറ്റും. പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് എക്സ്പെർട്ടായിട്ടുള്ള ആൾക്കാർ ഇവിടെ തന്നെ ഉണ്ട്. പക്ഷെ അവർക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല ഗൈസ്. അവർക്ക് ഓൺലി ചൈനീസ് അറിയാമെങ്കിൽ മാത്രമാണ് ഇവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് നമുക്ക് ഓരോ സാധനം പർച്ചേസ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇവിടെ നിന്നിട്ട്. ഈ പരിപാടി ഒക്കെ വിട്ടിട്ട് നമ്മൾ നേരെ ബാത്റൂമിലേക്കൊക്കെ എത്തിയിട്ടുണ്ട്. ബാത്റൂം ടോയ്ലറ്റ് പരിപാടികൾ, ക്ലോസറ്റ് പല ടൈപ്പ് ഉള്ളതുണ്ട്. അതിൻ്റെ കുറച്ച് വർക്ക് അവിടെ നടക്കുന്നുണ്ട്. പുള്ളിയുടെ സ്റ്റിക്കറിങ്ങും പരിപാടികളൊക്കെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വാഷ് ബേസിനുണ്ട്. വാഷ് ബേസിൻ പല ടൈപ്പ്. മിറർ നോക്കിയേ, മിററെല്ലാം അടിപൊളിയല്ലേ. അപ്പോൾ മിററുണ്ട്. പിന്നെ വാഷ് ബേസിൻ പല ടൈപ്പ് ഉണ്ട്. കസ്റ്റമേഴ്സ് വന്ന് ഇരുന്ന് ഇവരെ ഡിസ്കസ് ചെയ്യാനുള്ള എല്ലാ സെറ്റപ്പും ഇവരിവിടെ ചെയ്തിട്ടുണ്ട്. ഇവർക്ക് കസ്റ്റമേഴ്സിന് വരുമ്പോൾ ഇരുന്ന് സംസാരിക്കാനും വെള്ളം കുടിക്കാനാണെങ്കിൽ വെള്ളം കുടിക്കാം. പിന്നെ അതേ കഴിക്കാൻ ആപ്പിൾ, മിഠായി പരിപാടികളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പല ടൈപ്പ് ഓഫ് പാത്രങ്ങൾ, കുറേ പാത്രങ്ങളൊക്കെ ഇലക്ട്രിക്കലി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതെല്ലാം ഇലക്ട്രിക്കലി ചെയ്യാൻ പറ്റുന്ന പരിപാടികളാണ്. നമുക്ക് ഇൻഡക്ഷൻ കുക്കർ വേണ്ട ആവശ്യമില്ല.
എനിക്ക് തോന്നുന്നത് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ക്യാരി ചെയ്യുന്ന ഫ്ലാസ്ക് പോലത്തെ ഒരു സെറ്റപ്പാണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് വെള്ളം ക്യാരി ചെയ്തിട്ട് ഇതിൽ പവർ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചൂടുവെള്ളമായി കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ അതേപോലത്തെ കുറേ ഐറ്റംസ് ഉണ്ട്. ഇപ്പോൾ ഈ ഫ്ലാസ്ക് ഉണ്ടോ, ഈ ഫ്ലാസ്കിൽ നമുക്ക് 3 ലിറ്റർ വരെ വെള്ളം ആഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. ഇതിൽ വെള്ളം ആഡ് ചെയ്തിട്ട് ഇതിൻ്റെ ബാക്കിൽ ഒരു പവർ സപ്ലൈ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചായയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ അകത്ത് ക്യാരി ചെയ്യണമെന്നുണ്ടെങ്കിൽ ചായയൊക്കെ കുടിക്കാൻ പറ്റും എന്നുള്ളതാണ് മെയിൻ. Japanese brand made by in China. ചൈന. ഓക്കെ ഓക്കെ. അപ്പോൾ ഇത് ജപ്പാൻ ബ്രാൻഡാണ്. അതിപ്പോൾ ചൈനയിലാണ് മാനുഫാക്ചർ ചെയ്യുന്നതെന്നാണ് പുള്ളി പറയുന്നത്. ഇവിടെ അതേമാതിരി നമ്മൾ കേൾക്കാത്ത ഒരുപാട് ബ്രാൻഡുകളുണ്ട്. അതെല്ലാം ഒരു ദിവസം കൊണ്ട് ഇവിടെ നമുക്ക് എന്തായാലും എക്സ്പ്ലോർ ചെയ്ത് തീർക്കാൻ പറ്റത്തില്ല. എന്താ വെച്ചാൽ അതെ ഇപ്പോൾ ചോപ്പേഴ്സ് വന്നു. ഇലക്ട്രിക്കൽ ചോപ്പേഴ്സാണ് ഇവിടെ കാണുന്നത്. ഇലക്ട്രിക്കലായിട്ട് നമുക്ക് ചോപ്പ് ചെയ്യാൻ പറ്റുന്ന മെക്കാനിസം. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഫാൻസായി, ഫാൻസ്, കൂളറ്, അങ്ങനത്തെ ഒരു പരിപാടിയായി. ഇതൊന്നും ഇന്ത്യയിൽ നമ്മൾ കാണാത്ത ബ്രാൻഡ്സാണ്. ഇപ്പോൾ കണ്ടോ, GRE ഗ്രീ എന്ന് പറഞ്ഞ ബ്രാൻഡൊന്നും നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല. ഇവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഇവരുടെ തന്നെ കൺട്രിയിൽ മാനുഫാക്ചർ ചെയ്യുന്ന സംഭവങ്ങൾ വിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവരുടെ എക്കണോമിക്ക് അതിനനുസരിച്ചുള്ള ഗ്രോത്ത് ഉണ്ടാവുമല്ലോ, അതാണ് അവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അപ്ലയൻസസ് ആണ് ഈ ഒരു റോല് കൂടുതലായിട്ടുള്ളത്. നമുക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. കുഴി ഇവിടെ എല്ലാം ആ ഗ്രീയാണ്. ബട്ട് കൊള്ളാം. എന്താ വെച്ചാൽ എല്ലാത്തിനും ഒരു ക്വാളിറ്റി ഇവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതിപ്പോൾ ഏത് ബ്രാൻഡ് എടുത്താലും നമ്മുടെ ഇന്ത്യയിലെ പോലെ ഒരു ബ്രാൻഡ് കൊള്ളില്ല അല്ലെങ്കിൽ ഇന്ന ബ്രാൻഡ് കുറച്ച് അടിപൊളിയാണ് അങ്ങനെ ഇവിടെ ഒരിക്കലും പറയേണ്ടി വരില്ല. എന്താ വെച്ചാൽ ഇവിടെ എല്ലാത്തിനും ഒരു സ്റ്റാൻഡേർഡ് ഗവൺമെൻറ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ആ ഒരു സ്റ്റാൻഡേർഡിൽ മാത്രമാണ് ഇപ്പോൾ ഇലക്ട്രോണിക്സ് ആണെങ്കിലും ഹോം അപ്ലയൻസസ് ആണെങ്കിലും എന്ത് സാധനവും വിൽക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്പനിക്ക് മാനുഫാക്ചർ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള അഡ്വാൻറ്റേജ് നമ്മൾ ഇവിടെ നിന്ന് എന്ത് മേടിക്കുമ്പോൾ. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ മെയിനായിട്ട് ഇൻഡക്ഷൻ കുക്കേഴ്സായി. ASD എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡാണ് ഇവിടെ കാണിച്ചിരുന്നത്. ഇതിന്മേൽ ഒരൊറ്റ സ്വിച്ചില്ല. ഇത് ടോട്ടലി ടച്ച് സ്ക്രീനാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാ സംഭവങ്ങളും. അപ്പോൾ ഇത് മാറ്റ് ഫിനിഷ് ഉണ്ട്, ഗ്ലോസി ഉണ്ട്. ഗ്ലോസി എടുത്താലും ഇതിലൊന്നും ഒറ്റ സ്വിച്ചസ് ഇല്ല. അതിൻ്റെ റേറ്റും സ്പെസിഫിക്കേഷനും ഒക്കെ ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഇൻഡക്ഷൻ കുക്കേഴ്സ് പോലത്തെ സംഭവങ്ങളുണ്ട്, ഇൻഡക്ഷൻ പാൻ. ഇതിവിടെ കൂടുതലും ആൾക്കാർ യൂസ് ചെയ്യുന്നൊരു സംഭവമാണ്. നമ്മൾ അവിടുത്തെ പോലെയല്ല. ഇതാണ് കൂടുതലും ആൾക്കാർ കുക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇതാകുമ്പോൾ നേരെ പ്ലഗ് ഇൻ ചെയ്യുക, അതിൻ്റെ അന്ന് ഇതെടുത്തിട്ട് നമുക്ക് വാഷ് ചെയ്യാനും ക്ലീൻ ചെയ്യാനൊക്കെ പറ്റും. മോട്ടറിൻ്റെ ഡെമോൺസ്ട്രേഷൻ ഉണ്ട്, മോട്ടറിൻ്റെ ക്വാളിറ്റി അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓഹോ നൈസ്. ഓക്കെ. ഇവിടെ തേപ്പൊട്ടി തേക്കുന്ന ഒരു സംഭവം വന്നിട്ടുണ്ട്. പുള്ളി അതെടുത്ത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് തേക്കുന്നത് എന്നുള്ളത്. അപ്പോൾ നമുക്കിതിൽ ഇവിടെ ഇത് നമുക്ക് ഡ്രസ്സ് തൂക്കിയിട്ടിട്ട് നമുക്കിത് വെച്ചിട്ട് തേക്കാൻ പറ്റും. ജസ്റ്റ് അയണിങ് ബോക്സ് പോർട്ടബിൾ പരിപാടിയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഒരുപാട് അതേപോലെ തന്നെ വ്യത്യാസമുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. കോഫി ടീ. അപ്പോൾ ഇത് കോഫി ഉണ്ടാക്കുന്ന മെഷീനാണ്. ഇത് ഡോക്ടർ കോഫി എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. പിന്നെ അതിൻ്റെ അതേ അറ്റാച്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. അതിൻ്റെ തന്നെ വേറെ 2-3 മോഡൽസ് ഇവിടെ അവൈലബിൾ ആണ്. 2-3 ഇഷ്ടംപോലെ മോഡൽസ് ഇവിടെ അവൈലബിൾ ആണ്. ഇതെല്ലാം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചിട്ട് നമുക്ക് വേണമെന്ന് പറയുന്നുണ്ട്. ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നപ്പോൾ വാക്യൂം ക്ലീനറിൻ്റെ വേറെ ടൈപ്പ് സാധനങ്ങളൊക്കെ വന്നു തുടങ്ങി. എല്ലാത്തിൻ്റെ പ്രൈസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. നമുക്ക് വാങ്ങിക്കാൻ പ്ലാൻ ചെയ്ത് വരുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം റേറ്റ് ഉണ്ട്. നമുക്ക് ഇന്ത്യയിലെ റേറ്റ് വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റില്ല. എന്താ വെച്ചാൽ നമ്മളിപ്പോൾ വന്നേക്കുന്നത് ഒരു വലിയ ഒരു ഷോപ്പിലാണ്. അപ്പോൾ ഇവിടുത്തെ റേറ്റൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. ചൈനയിൽ നിന്ന് റേറ്റ് കുറഞ്ഞ സാധനങ്ങൾ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലോക്കൽ മാർക്കറ്റിൽ തന്നെ പോയി പർച്ചേസ് ചെയ്യണം. ഓ ഓക്കെ. ഷവോമി. ഓക്കെ. പുള്ളി പറയുന്നത് ഷവോമിയുടെ ചില പ്രൊഡക്ട്സിന് അത്ര ക്വാളിറ്റി ഇല്ല എന്നാണ് കമ്പയറിങ് ടു ചൈനീസ് ബ്രാൻഡ്സ്. ഇവിടെ എമ്മയുടെ ക്യാമറാസ് അവൈലബിൾ ആണ്. ഷവോമിയുടെ കെറ്റിലുണ്ട്,
സവോമിയുടെ കെറ്റിലുണ്ടെന്ന് ഞാൻ ഇവിടെ എത്തിയപ്പോഴാണ്. മൊബൈൽസ് ഉണ്ട്, റെഡ്മി മൊബൈൽസ് നോട്ട് 14 ഉണ്ട്, പിന്നെ നോട്ട് 14 പ്രോ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇതെല്ലാം പ്രോ പ്ലസ് വേരിയൻസ് ആണെന്നാണ് തോന്നുന്നത്. ഇനി ഇപ്പുറത്തേക്ക് വരുമ്പോൾ റെഡ്മി ടാബോ 4 പ്രോ, പിന്നെ Xiaomi 15 പ്രോ ഉണ്ട്. ഇത് മസാജിങ് ഗൺസ് അവൈലബിൾ ആണ് ഡിഫറെൻറ്റ് ബ്രാൻഡ്സിൻ്റെ. പിന്നെ ഹാൻഡ് വാഷ് ഡിസ്പെൻസേഴ്സ്, ഓട്ടോമാറ്റിക് ഹാൻഡ് വാഷ് ഡിസ്പെൻസേഴ്സ് അവൈലബിൾ ആണ്. നമ്മളിനി അടുത്ത ഫ്ലോറിലേക്ക് പോകണം. അടുത്ത ഫ്ലോറിൽ എന്തൊക്കെയാണുള്ളത് അവിടെ ചെന്ന് നോക്കണം. ഇവിടെ ലോക്കേഴ്സ് ഉണ്ട്, സേഫ്സ് ഉണ്ട്, വലിയ വലിയ സേഫ്സ്. ഓ നൈസ് ഗൈസ്, ഇത് സ്മാർട്ട് ലോക്കാണ്. ഫിംഗർ പ്രിൻ്റൊക്കെ വെച്ച് വർക്ക് ചെയ്യുന്ന സ്മാർട്ട് ലോക്സാണ് ഇവിടെ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. സംഭവം നമ്മൾ വിചാരിക്കണമില്ല, സംഭവം എക്സ്പെൻസീവ് ആണ്. ഈ ലോക്സ് കൊറിയയിൽ ആണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നത്. അതിപ്പോൾ ലേറ്റർ ഇപ്പോൾ ചൈനയിലേക്ക് ഇതിൻ്റെ ഡിസൈൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ചൈനയിൽ ഒരുപാട് കമ്പനികൾ ഈ ലോക്സ് മാനുഫാക്ചർ ചെയ്യുന്നുണ്ടെന്നാണ് പുള്ളി പറയുന്നത്. ഇത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് കൊറിയക്കാരാണെന്നാണ് പുള്ളി പറയുന്നത്. കൊറിയയിൽ നിന്നാണ് ഈ ഡിസൈൻസിൻ്റെയൊക്കെ ഒരു ഉത്ഭവം എന്നുള്ള രീതിയിലാണ് ഇദ്ദേഹം നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കുന്നത്. ലിഫ്റ്റ് കയറി മേളിലേക്ക് പോണ്. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ കൂടുതലൊരു കിച്ചൺ സെറ്റപ്പിലേക്കായിട്ടോ. കിച്ചൺ മെയിനായിട്ട് ഓവൻസ്, സിങ്ക് സെറ്റപ്പ്, പിന്നെ റെഫ്രിജറേറ്റേഴ്സ്, ഇലക്ട്രിക് ചിമ്മിണീസ്, ഒരുപാട് ടൈപ്പ്. ഇവിടെ ടോട്ടലായിട്ട് കിച്ചൺ ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇവരെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ കൊണ്ടുവന്ന ആ ഒരു സെറ്റപ്പ് അതേമാതിരി തന്നെ റെഡി ആക്കി തരും. പിന്നെ വാട്ടർ പ്യൂരിഫയർ ഡിഫറെൻറ്റ് ബ്രാൻഡ്, നമ്മൾ താഴെ കാണാത്ത ബ്രാൻഡ്സാണ് ഇവിടെ അവൈലബിൾ. ലിങ്ക് എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ 2-3 ബ്രാൻഡ്സ് അവൈലബിൾ ആണ് ഇവിടെ. ഇവിടെ ഇഷ്ടം പോലെ ബ്രാൻഡ് ഉണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ വാട്ടർ ഹീറ്റർ ആണെന്ന് തോന്നുന്നത്. 60 ലിറ്റർ എന്നൊക്കെ പറഞ്ഞ് നോട്ട് ചെയ്തിട്ടുണ്ട്. ടെമ്പറേച്ചർ മാർക്കിങ് പ്ലസ് വയ്ക്കുക, എന്തായാലും വാട്ടർ ഹീറ്റർ ആവാനാണ് സാധ്യത. നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നു വരുമ്പോഴും നമുക്ക് കാണാൻ പറ്റുന്നത് സെയിം ഐറ്റംസിന് തന്നെ ഡിഫറെൻറ്റ് ബ്രാൻഡ്, ഡിഫറെൻറ്റ് സ്പെസിഫിക്കേഷൻ, ഡിഫറെൻറ്റ് കളേഴ്സ്, ഡിഫറെൻറ്റ് മോഡൽസ് പരിപാടിയാണ് കൂടുതലും. ഈ ഒരു ഏരിയ മുഴുവനായിട്ട് ഒരു കിച്ചണിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തേക്കണം. ഈ ഒരു ഫ്ലോർ മുഴുവനായിട്ട് തന്നെ. ഇവിടെ തന്നെ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും സെയിൽസ് ആൾക്കാരുണ്ട്. ഇവിടെ മോഡൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം ഡെമോൺസ്ട്രേഷൻ ഉണ്ട്. ഹൈസെൻസ് ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ TV ആയി. ഇവിടെ ഹൈസെൻസ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ TV ആണ് കാണിച്ചേക്കുന്നത്. TV എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഹെവി TV ആണ് അവിടെ ഇരിക്കുന്നത്. ഇവിടെ കസ്റ്റമേഴ്സായിട്ട് വരുന്ന പിള്ളേർക്ക്, അതായത് ഫാമിലി ആയിട്ട് പർച്ചേസ് ചെയ്യാൻ വരുന്നവർക്ക്, പിള്ളേർക്ക് വേണ്ടിയിട്ടൊരു കിഡ്സ് ഏരിയ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഗെയിമിംഗ് പരിപാടികൾ. ഇവിടെ ഇപ്പോൾ നമ്മൾ വേറൊരു ബ്രാൻഡിൻ്റെ അടുത്തെത്തി. ഇത് എന്ത് ബ്രാൻഡിൻ്റെ പേര് ചൈനീസിലാണ് അവർ എഴുതിയിരിക്കുന്നത്. നമ്മുടെ അവിടെ ഈ ഒരു പിക്സൽ ക്വാളിറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു 1 ലക്ഷം രൂപ 2 ലക്ഷം രൂപ അടുത്തൊക്കെ മുടക്കേണ്ടി വരും. ഇവിടെ അത്രയും കോസ്റ്റ് വരത്തില്ല. ഒരു അണ്ടർ 1 ലാഖിൽ തന്നെ നമുക്ക് ഇത്രയും ഹെവി ആയിട്ടുള്ള, ഇത്രയും പിക്സൽ ക്വാളിറ്റി ഉള്ള ഹൈ ഡെഫിനിഷൻ TVs കിട്ടും. അതാണ് ചൈനീസ് മാർക്കറ്റിൻ്റെ വ്യത്യാസം. ഇവർ മാനുഫാക്ചർ ചെയ്യുന്ന സാധനങ്ങൾക്ക് എപ്പോഴും റേറ്റ് കുറവായിരിക്കും കമ്പാരിറ്റീവ്ലി ഇമ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങളേക്കാളും. ഇപ്പോൾ ഇമ്പോർട്ടഡ് ബ്രാൻഡ്സ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇമ്പോർട്ടഡ് ബ്രാൻഡ്സിന് നമ്മുടെ ആ റേറ്റൊക്കെ തന്നെ വരും. അടുത്ത ഫ്ലോറിലേക്ക് പോവാണ്. അടുത്ത ഫ്ലോറിൽ എന്താണുള്ളതെന്ന് നോക്കാം. നമുക്കറിയാവുന്ന കുറച്ച് ബ്രാൻഡുകളിലേക്ക് എത്തി. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മൾ കേട്ടിരിക്കുന്ന ബ്രാൻഡുകൾ പാനാസോണിക് ഉണ്ട്, പിന്നെ ഹയർ ഉണ്ട്, LG ഉണ്ട്. ബട്ട് എനിക്ക് തോന്നുന്നത് നമുക്ക് ഇത്ര നേരം നമ്മൾ കമ്പയർ ചെയ്ത പോലത്തെ റേറ്റ് വെച്ചിട്ട് ഇവിടെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ വാഷിംഗ് മെഷീൻസ് ആയിട്ടുണ്ട്. വാഷിംഗ് മെഷീൻസ് ഒരുപാട് ബ്രാൻഡ്സിൻ്റെ അവൈലബിൾ ആണ്. LG ഉണ്ട്, സൈമൻസ് ഉണ്ട്. അടുത്തൊരു ചൈനീസ് ബ്രാൻഡിൻ്റെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ദിസ് ഇസ് ഓക്മ. ഹായ്.
ഓക്മ എന്ന് പറഞ്ഞ ബ്രാൻഡാണിത്. ഇവിടെ നമ്മൾ ഇൻഡസ്ട്രിയലായിട്ട് യൂസ് ചെയ്യുന്ന ഫ്രിഡ്ജ് ഇരിക്കുന്നുണ്ട്. ഇൻഡസ്ട്രിയലായിട്ട് നമ്മൾ കടകളിലൊക്കെ ആയിരുന്ന പോലത്തെ. ഇതിനകത്ത് എന്താണുള്ളതെന്ന് നോക്കാം. ഫ്രിഡ്ജിലൊക്കെ യൂസ് ചെയ്യുന്ന പിന്നെ ഇത് നോർമലായിട്ടുള്ള കുറച്ചും കൂടി എസ്തെറ്റിക് ആയിട്ടുള്ള പരിപാടിയും ഉണ്ട് ഇവരുടെ അടുത്ത്. യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന പോലത്തെയാണ്. പക്ഷേ കുറച്ച് പ്രീമിയം ഫീലുണ്ട് ഓക്മയുടെ ചില സംഭവങ്ങളൊക്കെ കാണുമ്പോൾ. പിന്നെ ഇവിടെ വരുമ്പോൾ ഓക്മ എന്ന് പറഞ്ഞ ബ്രാൻഡിന് തന്നെ വാഷിംഗ് മെഷീൻസ് ഉണ്ട്. ഇവിടെ എല്ലാ ബ്രാൻഡും ഇപ്പോൾ ചൈനീസ് ബ്രാൻഡ് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ബ്രാൻഡിൻ്റെ ഒരു ഐറ്റമായിട്ട് അതിന് ചെറിയൊരു സാമ്യം ഉണ്ടാവും. ആളുകൾക്ക് വേണ്ടത് ആ സെയിം ഡിസൈൻ, സെയിം കളർ, സെയിം സ്പെസിഫിക്കേഷൻ സാധനങ്ങൾ വിത്ത് ലോവർ പ്രൈസ് ഓപ്ഷൻസ് ആണ്. അത് ഇവർക്ക് എന്തായാലും ഇവരുടെ മാർക്കറ്റിൽ കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഒരു റോൺഷൻ എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡ് എത്തിയിട്ടുണ്ട്. ചൈനീസ് ബ്രാൻഡാണ്. എനിക്ക് തോന്നുന്നു ഈ ബ്രാൻഡ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഫ്രിഡ്ജസ് ആണെന്നാണ് തോന്നുന്നത്. റെഫ്രിജറേറ്റേഴ്സ് പരിപാടിയാണ്. റെഫ്രിജറേറ്റർ തന്നെ ഇൻഡസ്ട്രിയൽ പരിപാടി, ഷോപ്സിലൊക്കെ യൂസ് ചെയ്യുന്ന റെഫ്രിജറേറ്റർ ഉണ്ട്. ഐസ്ക്രീം കടയിലൊക്കെ ഇരിക്കുന്ന സാധനം, ആ സാധനമുണ്ട്. പിന്നെ അതേ ഡബിൾ ഡോർ, ട്രിപ്പിൾ ഡോർ എല്ലാ സാധനവും ഉണ്ട്. പിന്നെ അതേ കസ്റ്റമേഴ്സിന് ഇവിടെ ഇരുന്ന് കാൽക്കുലേറ്റ് ചെയ്യാനും പരിപാടിയൊക്കെ സെറ്റ് ചെയ്യാനുള്ള സെറ്റപ്പ് അതെല്ലാ ഒരു മൂലയിൽ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഇസ് ഇറ്റ്. നമ്മളപ്പോൾ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇതാണ് ഇതിൻ്റെ ഒരു എക്സിറ്റ്. കുടിക്കാൻ ഡ്രിങ്ക് വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അങ്ങനെ പുള്ളി വാങ്ങിച്ചു വന്ന ഡ്രിങ്കും കുടിച്ച് കുറച്ച് നേരം പുള്ളിയോട് സംസാരിച്ച് അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ചു പോകാൻ വേണ്ടി കാറിൽ കയറി. അങ്ങനെ കുറച്ച് നേരം കഥ പറഞ്ഞിരുന്നപ്പോഴത്തേക്കും എത്താൻ ബ്രോ വണ്ടി ഓടിച്ച് യൂണിവേഴ്സിറ്റി എത്തിയിട്ടോ. Okay, bye. ഓക്കെ ബൈ. ഓക്കെ. അപ്പോൾ ഇന്നത്തെ കഥ ഇത്രയേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ. Okay, let's go.